بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. വർത്തമാന കാലത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1400 ചില്ലാനം വർഷങ്ങൾക്ക് മുമ്പുള്ള ചില വാക്കുകൾ യാഥാർത്ഥ്യമാകുന്നത് പോലെയുണ്ട്. ഞാനിത് പറയാനുള്ള കാരണം, ഈ അടുത്ത കാലത്ത് ആഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ ഒരു സ്ത്രീയും അവരുടെ മക്കളും തന്റെ ഭർത്താവിന്റെ മയ്യത്തിനെ 3 മാസത്തോളം ആരും അറിയാതെ വീട്ടിൽ സൂക്ഷിക്കുകയും അന്ധവിശ്വാസികളായി ഇനിയും ഉയർത്തെഴുന്നേൽക്കുമെന്ന അന്ധവിശ്വാസത്തിൽ കാത്തിരിക്കുകയും ചെയ്തൊരു സംഭവം ഒരുപക്ഷെ കേരളക്കരയെ വല്ലാതെ ഞെട്ടിച്ചൊരു സംഭവമാണ്. വിശ്വാസികളെയും പണ്ഡിതന്മാരെയും വല്ലാതെ പ്രയാസപ്പെടുത്തിയ ഒരു കാര്യം കൂടിയാണ്. ഈ സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, വിശ്വാസപരമായി ഒരു ഭാഗത്ത് ജീർണതകൾ ഉണ്ടെങ്കിലും മറുഭാഗത്ത് ഒരുപക്ഷെ അധികം ചർച്ച ചെയ്യപ്പെടാതെ കഴിഞ്ഞുപോയൊരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സത്യവിശ്വാസികളോട് അല്ലെങ്കിൽ മനുഷ്യരോട് വളരെ ഗൗരവത്തിൽ സംസാരിച്ചൊരു വിഷയമായിരുന്നു അയൽപക്ക ബന്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അയൽവാസികളോടുള്ള കടപ്പാടുകൾ. ഇവിടെ 3 മാസക്കാലത്തോളം അയൽപക്കത്ത് താമസിക്കുന്നവര് പോലും ആ വീടിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്ര മാത്രമേ ഉള്ളൂ അയൽവാസികളുമായിട്ടുള്ള ഇന്നത്തെ മനുഷ്യരുടെ ബന്ധം എന്ന വസ്തുതയാണ്. ഇവിടെ നാം ദീനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ലോകത്തെ അറിയിക്കേണ്ടതുണ്ട്. അയൽവാസികൾ മുസ്ലിമായാലും അമുസ്ലിമായാലും ഇസ്ലാം അവരോട് കൽപ്പിക്കുന്ന നിർദ്ദേശങ്ങൾ ഇതൊക്കെയാണ്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഒന്ന് അൽ ഇഹ്സാനു ഇലൈഹി, അയൽവാസികളോട് വളരെ നല്ല രീതിയിൽ പെരുമാറുക എന്നതാണ്. പരിശുദ്ധ ഖുർആൻ അത് സൂചിപ്പിക്കുന്നത് അള്ളാഹുവുമായി ബന്ധപ്പെട്ടൊരു വിഷയം സംസാരിച്ചതിന് ശേഷമാണ്. അതായത് അള്ളാഹു പറയുന്നു, വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അവനോടൊപ്പം ഒന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കുകയും അരുത്. അതിനോടൊപ്പം അതേ ആയത്തിൽ അള്ളാഹു പറയുന്നു, നിങ്ങൾ മാതാപിതാക്കളോട് നല്ല രീതിയിൽ വർത്തിക്കണം, കുടുംബങ്ങളോടുള്ള ബാധ്യതകൾ പൂർത്തിയാക്കണം, വൽ ജാരിദിൽ ഖുർബ, അയൽവാസികളോടുള്ള മര്യാദകളും കടപ്പാടുകളും നിങ്ങൾ പൂർത്തിയാക്കണം. ഇത് ഒരു ദൈവീക ഗ്രന്ഥത്തിന്റെ കൽപ്പനയാണ്. ആ ഗ്രന്ഥത്തിന്റെ കൽപ്പനകൾ മാനിക്കൽ വിശ്വാസികൾക്ക് നിർബന്ധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇപ്രകാരം നമുക്ക് കാണാം. അനസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ജീവൻ ഏതൊരുത്തന്റെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലാ യുഅ്മിനു അബ്ദുൻ ഹത്താ യുഹിബ്ബ ലിജാരിഹി മാ യുഹിബ്ബു ലിനഫ്സിഹി, നിങ്ങളിൽ ഒരാളും അല്ലെങ്കിൽ ഒരു അടിമ യഥാർത്ഥ വിശ്വാസിയാവുകയില്ല ഏതുവരെ അവൻ അവന് വേണ്ടി ഇഷ്ടപ്പെടുന്ന കാര്യം അവന്റെ അയൽവാസിക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നതുവരെ. ഒരുത്തന്റെ വിശ്വാസത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത് അയൽവാസികൾക്ക് വേണ്ടി തന്റെ ഇഷ്ടങ്ങളെ പരിഗണിക്കുന്നതിന് സമാനമായിട്ടാണ്. അതേപോലെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയൽവാസിയോട് കാണിക്കേണ്ടുന്ന മര്യാദകളിൽ അല്ലെങ്കിൽ അവരോട് കാണിക്കേണ്ടുന്ന ഇഹ്സാനിന്റെ ഭാഗമായി പരിചയപ്പെടുത്തിയ ഒരു കാര്യം, വളരെ ചെറിയ കാര്യമാണെങ്കിലും അവർക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഹദിയകൾ, ഗിഫ്റ്റുകൾ, ദാനധർമ്മങ്ങൾ ചെയ്യണം എന്നതാണ്. എത്രത്തോളം എന്നറിയുമോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി, യാ നിസാ അൽ മുസ്ലിമാത്, ഹേ മുസ്ലിമത്തുകളായ സ്ത്രീകളെ, നിങ്ങൾ നിങ്ങളുടെ അയൽവാസികൾക്ക് വേണ്ടി ഒന്നും നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ആടുകളുടെ മൂക്ക് കയറ് കിട്ടുന്ന കയറ് വരെ. അതായത് ഇബ്നു ഹജർ റഹ്മഹുല്ലാഹു തആല ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ അയൽവാസികൾക്ക് വേണ്ടി വളരെ നിസ്സാരമായി സാധാരണഗതിയിൽ പരിഗണിക്കപ്പെടുന്ന കാര്യങ്ങൾ വരെ കൊടുക്കുന്നവരാവണം, ദാനം ചെയ്യുന്നവരാവണം.
ഇത്രത്തോളം അയൽവാസികളുമായി ബന്ധപ്പെടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപദേശിക്കുന്നുണ്ട്. അയൽപക്ക ബന്ധത്തിന്റെ പ്രത്യേക ഗൗരവത്തിന് ആ അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. രണ്ടാമതായിട്ടുള്ള കാര്യം, അയൽവാസികളോട് ഉള്ള മര്യാദകളിൽ നിങ്ങളിൽ നിന്നും അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാവരുത് എന്നതാണ്. അവരോട് നന്മ ചെയ്യൽ ഒന്നാമത്തേതാണെങ്കിൽ, രണ്ടാമത്തെ കാര്യം നിങ്ങളിൽ നിന്നും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അവർക്കൊരു പ്രയാസം ഉണ്ടാവരുത് എന്നാണ്. അതിന്റെ ഗൗരവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ വാക്കിലൂടെ മനുഷ്യർക്ക് മനസ്സിലാക്കി തന്നു. തങ്ങൾ അരുളി, വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ. അല്ലാഹുവാണ് സത്യം, ഒരുത്തൻ വിശ്വാസിയാവുകയില്ല. 3 പ്രാവശ്യം വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ സഹാബാക്കൾ ചോദിച്ചു, മൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ ആരെ സംബന്ധിച്ചാണ് തങ്ങൾ ഈ വാക്ക് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി, അയൽവാസികൾക്ക് പ്രയാസമുണ്ടാക്കുന്നവൻ. ആരുടെ ബുദ്ധിമുട്ടുകളിൽ നിന്നും അയൽവാസികൾ നിർഭയത്വം മനസ്സിലാക്കുന്നില്ലയോ അവനെ സംബന്ധിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വാക്ക് പറഞ്ഞത്. മൂന്നാമത്തെ കാര്യം, അവരിൽ നിന്നും ഇങ്ങോട്ടുണ്ടാകുന്ന പ്രയാസങ്ങളെ സഹിക്കുന്നവരാണ്. ഒരു വാക്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ഒതുക്കി. തങ്ങൾ അരുളി, അള്ളാഹു ഇഷ്ടപ്പെടുന്ന 3 കാര്യങ്ങൾ, അള്ളാഹു വെറുക്കുന്ന 3 കാര്യങ്ങൾ. ആ ഇഷ്ടപ്പെടുന്ന 3 കാര്യങ്ങളിൽ പ്രാധാന്യമുള്ള ഒരു കാര്യം, അയൽവാസികളിൽ നിന്നും ഇങ്ങോട്ട് പ്രയാസമുണ്ടാകുമ്പോൾ ക്ഷമയോടെ അത് വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. ഈ രീതിയിലാണ് അയൽവാസികളോടുള്ള കടപ്പാടുകളെ ഇസ്ലാം മനുഷ്യരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അത് യാഥാർത്ഥ്യമാകണം, പ്രത്യേകിച്ചും വർത്തമാനകാലത്ത്. വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി നല്ലവരായി ജീവിക്കാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ്